ഹലോ ഗായ്സ്, ഞാൻ ദേ നിൽക്കുന്നത് നമ്മുടെ അൽവാദ മോളിൽ ബാർബിക്യൂ നേഷനിലാട്ടോ. ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ഗ്രൂപ്പ് ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ മല്ലു ഫാമിലീസ് എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ. എന്തായാലും ബാർബിക്യൂ നേഷനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിക്കാനൊരു വായും നിറയ്ക്കാനൊരു വയറുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബാർബിക്യൂ നേഷനിലേക്ക് കയറാം. പക്ഷേ കഴിക്കണം, കഴിച്ചു മരിക്കണം. കൊടുക്കുന്ന കാശ് മുതലാവണമെങ്കിൽ മൂക്കുമുട്ട കഴിക്കാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വരിക, അത്ര എനിക്ക് പറയാറുണ്ട്. ഐറ്റംസ് ഒക്കെ എന്തായാലും കുറേ ഉണ്ട്. എന്തായാലും ഒരു പിടി പിടിച്ച് നോക്കാം. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ദേ അമലുണ്ട്, ഹൈദർക്കയുണ്ട്, പിന്നെ ഞങ്ങളുടെ കപ്പിത്താൻ ഷമീറൊക്കെയുണ്ട്, പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങുന്ന ഞങ്ങളുടെ ആരി ചേച്ചിയുണ്ട്, ദേ ഇടയിൽ കൂടെ നുഴഞ്ഞു വരുന്ന ഞങ്ങളുടെ ശ്രുതിയുണ്ട്, നമ്മുടെ ലൗലി ചേച്ചിയുണ്ട്, ദേ വീണ്ടും ഞങ്ങളുടെ അലമ്പേട്ടനും ഉണ്ട്. ഒരുത്തനെ വിട്ടുപോയല്ലോ, അവനവിടെ പോയി. ദേ ഇവിടെ ഈ സൂപ്പ് ഒഴിച്ചു കൊടുക്കുന്ന ഞങ്ങളുടെ ഫാസിൽ. ഒരു പാത്രം സൂപ്പിന് വേണ്ടി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. എങ്ങനെയാ ലൗലി ചേച്ചി ഒന്ന് മാറി തന്നാലല്ലേ എനിക്ക് സൂപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ദേണ്ടടക്കണ്ട, അതേ ഒരു 2 പാത്രം സൂപ്പുമായിട്ട് നിൽക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ശിവാനി നോക്കി കണ്ണുരുട്ടോ. എന്താ കാര്യം? 10 പേർക്കുള്ള സൂപ്പ് ഒറ്റയ്ക്ക് ഫില്ല് ചെയ്യാൻ നമ്മുടെ ആര്യേച്ചി. അപ്പോൾ എനിക്കെങ്ങനെ കിട്ടാനാ? എൻ്റെ പാത്രം അപ്പോഴും കാലി. അങ്ങനെ തിരിച്ച് ടേബിളിലെത്തിയപ്പോഴോ വലിച്ചു വാരി കഴിച്ചിട്ടാണോ എന്നറിയില്ല, തല വരുത്തിരിക്കുന്ന ഹൈദരിക്കയും പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന ഫിസിക്സ് തന്ത്രങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് കഴിക്കുന്ന നമ്മുടെ ഷമീർക്കയും ഫാമിലിയും കാണാം. ഒപ്പം പിടിക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ ശരത്തേട്ടൻ. പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, പുള്ളിക്ക് എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ. ദേ കൈ കിട്ടിയ ഡെസർട്ട് എല്ലാം ഒരു പാത്രത്തിൽ നിറച്ചത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും. എന്തായാലും കുട്ടിപ്പട്ടാളംസ് എല്ലാം നല്ല ഹാപ്പി ആട്ടോ. ഈ ഗെറ്റ് ടുഗദർ എന്തായാലും ശരിക്കും മുതലായത് ഒറ്റകൾക്കാട്ടോ. അവരവരുടെ വൈബ് ടീംസുമായിട്ട് ഓൾറെഡി സെറ്റായി. എന്തായാലും ഇന്നത്തെ തീറ്റയുടെ കാര്യത്തിൽ വലിയ പ്രകടനമൊന്നും കാണിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ദേ 2 എമ്പക്കം വിട്ട് സൈഡ് മാറിയിരിക്കുകയാണ് നമ്മുടെ ഹൈദർക്കയും ഫാസിലും. ദേ തുടക്കത്തിൽ തന്നെ തോറ്റ് പിൻവാങ്ങിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതിയും ഫാമിലിയും. അപ്പോഴും ദേ വയറ് പൊട്ടിച്ചത്താലും തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ 2 ഫാമിലീസ്, ലവ്ലി ചേച്ചിയും ഷമീറക്കയും. ഇവർ തമ്മിൽ ആര് വിജയിക്കും? അതാണ് അടുത്ത ചോദ്യം. സൈഡിൽ അമലും ഉണ്ട് കേട്ടോ. പക്ഷേ ഇവരാരുമല്ല. അപ്പോഴും ഇനി എന്തെങ്കിലും തിന്നാൻ ബാക്കിയുണ്ടോ, വിട്ടുപോയോ എന്നും പറഞ്ഞ് തേടി നടക്കുന്ന ആര്യേച്ചിയാണ് എൻ്റെ ഹീറോയും ഇവിടുത്തെ വിന്നറും. ഇതിനിടയിൽ നമ്മുടെ അഖിൽ ബ്രോയുടെ ബർത്ത്ഡേ ആണ് 2 ദിവസം മുന്നേ. സോ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് സെലിബ്രേഷനും ചെയ്ത് ഒരു സുലൈമാനിയും കുടിച്ച് നമ്മൾ പരിപാടി വൈൻഡപ്പ് ചെയ്തു. ഈ ഗെറ്റ് ടുഗദർ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പ്രവാസിയായിട്ട് ജീവിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഗെറ്റ് ടുഗദറൊക്കെ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ എല്ലാവരുടെയും മനസ്സും വയറും നിറച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് രാത്രി ഗുഡ് നൈറ്റും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഓരോ ഗ്രൂപ്പ് സെൽഫീസൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോയി ഗൈസ്. അയ്യോ, നാളെ പണിക്ക് പോകണമല്ലോ. ഓക്കെ ഗൈസ്, ബൈ.